ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ റേഷൻ കടയുടെ ക്യൂവിലാണ് എത്തിയിരിക്കുന്നത്. നമ്മളിവിടെ അച്ഛനെ പാർക്ക് ചെയ്യാൻ പോവാണല്ല, അച്ഛനെ ഇവിടെ നിർത്താൻ പോവാണ്. അപ്പോൾ നമ്മൾ അച്ഛനെ കൊണ്ടു നിർത്തുന്നതിന് മുമ്പ് അച്ഛൻ്റെ ഫ്രണ്ടും ബാക്കും നമ്മൾ ഓരോ ഫോട്ടോ എടുത്ത് വെക്കാൻ പോവാണ്. വയറൊക്കെ നല്ല ഡീപ് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നുണ്ട്, അടിപൊളിയാണ്. ഇനി ബാക്ക് എടുക്കാം ഗൈസ്. അപ്പോൾ ബാക്കിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്, പക്ഷേ ബാക്ക് ഡീപ് ക്ലീൻ ചെയ്യുന്ന ഒരു സംശയമുണ്ട്. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് അച്ഛൻ്റെ അപ്പുറത്തുപുറത്തായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ റേഷൻ കാർഡിലെ ഫോട്ടോ എടുത്ത് വെക്കാൻ പോവാണ്. അതെ, എന്നാലും ഭയങ്കര പൊടിയാണല്ലോ, തൂത്ത് വെക്കണ്ടേ. ഇപ്പം നമ്മുടെ അച്ഛൻ സേഫ് ആയിട്ടുണ്ട് ഗായ്സ്. നമ്മൾ അച്ഛൻ്റെ റേഷൻ കട കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ പൂർണ്ണ ഉത്തരവാദിത്തം റേഷൻ കടക്കാർക്കാണ്. കാരണം വീട്ടിൽ വരുമ്പോൾ അച്ഛൻ്റെ മുണ്ട് കയറി കിടന്നാലും ഷർട്ട് കൂടി കിടന്നാലും ഉത്തരവാദിത്തം പറഞ്ഞ ഉത്തരവാദിത്തം ഇവർക്കാണുള്ളത്. നമ്മൾ ലാസ്റ്റ് കൊല്ലം ചിന്നക്കട സപ്ലൈക്കോയിൽ അച്ഛനെ കൊണ്ട് എടുത്തപ്പോൾ നമുക്കൊരു ബാഡ് ഇൻസിഡന്റ് ഉണ്ടായിരുന്നു ഗായ്സ്. അപ്പോൾ നമ്മൾ അച്ഛനെ സേഫ് ആയിട്ട് റേഷൻ കടയിൽ പാർക്ക് ചെയ്തിരിക്കുകയാണ്. പിന്നെ അച്ഛൻ വീട്ടിൽ വരുമ്പോഴേ ആട്ടാമ മേടിക്കണം, മൊത്തം പൊടിയാണ്. ഹലോ ഗായ്സ്, ഈ കാറിന് അപ്പാടെ പൊടിയാണ്. ഒരു വൃത്തിയില്ലാത്ത രീതിയിലാണ് കൊണ്ടിട്ടിരിക്കുന്നത്. ഇവിടെ എവിടെ തൊട്ടാലും പൊടിയാണ്. നോക്കിയ കയ്യിലൊക്കെ പൊടിയാവുന്നുണ്ട്. ഇതെന്തായാലും ഞാൻ കംപ്ലൈന്റ് ചെയ്യും. കാർ വാഷിംഗ് भाई इधर എനിക്കൊരു ജോലി തരുമോ? എനിക്ക് ഈ പൊടിയൊക്കെ ക്ലീൻ ചെയ്യുന്നത് बहुत इष्टം है। ये देखो, ये मेरा सॉल्यूशन है, ये डाल के डीप क्लीन करके दिएगा डीजल का